കോപം അഗ്നിയെ പോലെയാണ്. ഞാൻ പറയുന്നത് ആണുങ്ങളോടാ കൂടുതൽ ഈ സ്വഭാവം അധികമുള്ളത്. മുൻകോപം, കോപം, ദേഷ്യമൊക്കെ അധികമുള്ളത് ആണുങ്ങൾക്കാണ്. സ്ത്രീകൾക്കുണ്ട്, ഇല്ല എന്നല്ല. ആ കോപം എന്താ സ്ഥിതി? ഇതാണ്ട് പിടിച്ചിട്ട് പറയാനുള്ളൊക്കെ പറഞ്ഞ് തീ പിടിച്ചു. നിങ്ങൾ എങ്ങനെ കെടുത്താലും എന്തൊക്കെ ചെയ്താലും എന്റെ പ്രിയപ്പെട്ടവരെ അതിന്റെ പാട്, കല, ഡാമേജ് അവിടെ അവശേഷിക്കും. മക്കളോടും ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ഏറ്റവും വൃത്തികെട്ട കുടുംബത്തിന്റെ ഊഷ്മളതയെ, കുടുംബ ബന്ധങ്ങളുടെ നല്ല നടപ്പിനെ ഒക്കെ ബാധിക്കുന്ന സ്വഭാവത്തിൽ ഒന്ന് ഈ മുൻകോപമാണ്. അതുണ്ടോ എങ്കിൽ അതിനെ കുറയ്ക്കാനാണ് ഈ ഇരിക്കുന്ന നിങ്ങളുടെ മതം നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. അതിനെ കുറയ്ക്കാനാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്, ഒളു എടുക്കേണ്ടത്, പ്രാർത്ഥിക്കേണ്ടത്. കോപം പിടിച്ചാൽ എന്ത് ചെയ്യുമെന്ന ചോദ്യത്തിന് റസൂലിന്റെ മറുപടി ഒളു എടുക്കാനാ. ഒളു എടുത്താൽ മതി. എന്നിട്ടോ പോയിട്ടില്ലേ 2 റക്അത്ത് നിസ്കരിച്ചോളൂ. ആ സിറ്റുവേഷന് പോയിക്കോളൂ. നിങ്ങള് ദേഷ്യം പിടിക്കുന്നുണ്ട്, ഇവളിങ്ങനെ ചൊറിയുണ്ട്, ദേഷ്യം പിടിക്കുന്നുണ്ടെങ്കിൽ മാറുങ്ങള്. പക്ഷേ അവിടെ നിന്ന് പ്രശ്നം ഉണ്ടാക്കരുത്. കാരണം ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ പാഠങ്ങളിൽ ഒന്നുണ്ട്. ആളുകൾക്ക് 2 കാര്യം ഇസ്ലാം പറഞ്ഞു വെക്കുന്നത് ബന്ധം മുന്നോട്ട് കൊണ്ടുപോകാൻ. 1, നിങ്ങൾ തർക്കിക്കരുത്. 2, കളവ് പറയരുത്. ഏതെങ്കിലും ഒരു കുടുംബത്തിൽ ഈ 2 സാധനം ഉണ്ടെങ്കിൽ നിങ്ങളെ കുടുംബം അടിപൊളിയായിരിക്കും. അപ്പോഴാണ് നമ്മളൊക്കെ പറയണ ഈ സാധനം ഉണ്ടല്ലോ, കൺകുളിർമ, കുളിർമ ഉണ്ടാവുക. തർക്കിക്കരുത്. എന്നിട്ട് റസൂല് പഠിപ്പിച്ചതാണ്, നിങ്ങളുടെ ഭാഗത്താണ് ശരി എങ്കിൽ പോലും കൂട്ടരെ തർക്കിക്കല്ലേ. തർക്കം ബന്ധങ്ങളെ തകർത്ത് കളയും. എന്റെ ഭാഗത്താണ് ശരി, ഞാൻ പറഞ്ഞാണ് ശരി, ഉറപ്പാ, 100% ഉറപ്പാ, ഹക്കാണ്. നമ്മൾ അങ്ങനെയൊക്കെ പറയാം അല്ലെ. വേണ്ട, തർക്കിക്കരുത്. തർക്കം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴ്ത്തിക്കളയും. ബാപ്പിങ്ങളും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്, തർക്കമുണ്ട്. ബാപ്പന്റെ അടുത്തല്ല എന്റെ അടുത്താണ് ശരി, തർക്കിക്കരുത്. ഇസ്ലാമിന്റെ പാഠാണ്.